ഹലോ എവരി വൺ, ഇറ്റ്സ് മീ രഞ്ജു. എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഈ വീഡിയോയിൽ ഞാനൊരു ഡിന്നറിൻ്റെ റെസിപ്പിയും കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. ഒരു നോർത്ത് ഇന്ത്യൻ ഡിഷാണ്. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ടൊന്ന് കണ്ടോളൂ കേട്ടോ. അപ്പോൾ തുടക്കത്തിൽ നിങ്ങൾ കണ്ട പോലെ രാവിലെ ഓൺലൈൻ ക്ലാസ് ഒക്കെ സ്റ്റാർട്ട് ആയിട്ടുണ്ട്. 8 മണി തൊട്ടാണ് കേട്ടോ ഓൺലൈൻ ക്ലാസ് സ്റ്റാർട്ട് ആവുന്നത്. അപ്പോൾ രാവിലെ അവൻ കരഞ്ഞ് മോന്തയൊക്കെ വീർപ്പിച്ചാണ് കേട്ടോ ഓൺലൈൻ ക്ലാസ് രാവിലെ അറ്റൻഡ് ചെയ്തത്. ടീച്ചറെ പ്രെയർ പൊസിഷൻ പറഞ്ഞിട്ട് അവൻ പ്രെയറിന് വേണ്ടിയിട്ട് ചെയറിൽ നിന്ന് എണീറ്റില്ല. അപ്പം ഞാൻ അവനെ വഴക്ക് പറഞ്ഞതുകൊണ്ടാണ് കേട്ടോ രാവിലെ കരഞ്ഞ് നിലവിളിച്ച് പ്രെയറൊക്കെ അറ്റൻഡ് ചെയ്തു. ഇപ്പം പിന്നെ കുട്ടീനെ കുറ്റം പറയാനും പറ്റൂല കേട്ടോ, അമ്മാതിരി തണുപ്പാണ് ഇവിടെ. അപ്പം പിന്നെ അത് നമുക്ക് സമ്മതിച്ചു കൊടുക്കാനും പറ്റില്ലല്ലോ, അതുകൊണ്ട് ഞാൻ അങ്ങനെ സമ്മതിച്ചു കൊടുക്കാറില്ല കേട്ടോ. അപ്പോൾ ഇതാണ് ഇവിടുത്തെ അവസ്ഥ. 9 മണി 10 മണി ആയാലും വെയിലൊന്നും ഉണ്ടാവില്ല, ഇങ്ങനെ പുകമഞ്ഞ് പിടിച്ച് കിടക്കും കേട്ടോ. പുകമഞ്ഞല്ല, ആക്ച്വലി ഇത് പൊല്യൂഷനാണ് കേട്ടോ. അങ്ങനെ ഞാൻ മേളിൽ പോയി ടാങ്കിൽ വെള്ളമൊക്കെ നിറച്ചിട്ട് താഴെ വന്നപ്പോഴത്തേനും അവൻ്റെ ഓൺലൈൻ ക്ലാസ് ഒക്കെ തീരാറായിട്ടുണ്ടായിരുന്നു. അപ്പോൾ രാവിലെ ഞാൻ പൂരിയും കടലക്കറിയാണ് കേട്ടോ ഉണ്ടാക്കിയത്. അങ്ങനെ പൂരിയും കടലക്കറിയൊക്കെ അവന് കൊടുത്തു. 12 മണി വരെയാണ് കേട്ടോ ഓൺലൈൻ ക്ലാസ് ഉള്ളത്. അപ്പം ഇനി നമുക്ക് നമ്മുടെ നോർത്ത് ഇന്ത്യൻ റെസിപ്പി ഒന്ന് കണ്ടിട്ട് വന്നാലോ. ഞാൻ ട്രൈ ചെയ്ത് നോക്കുന്നേ ഉള്ളൂ, എനിക്ക് അറിയില്ല ഇത് എങ്ങനെ ഉണ്ടാവും എന്നൊന്നും. നമുക്ക് നോക്കാം. അപ്പം ഈ ഡിഷ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ബട്ടർ ആവശ്യമുണ്ട്. ബട്ടറിന് എന്താ ഹിന്ദിയിൽ പറയുന്നതെന്ന് അറിയോ? മക്കൻ എന്ന് പറയും കേട്ടോ. അപ്പം ബട്ടറൊക്കെ ഇട്ടൊന്ന് ചൂടാക്കിയതിന് ശേഷം ഇതേപോലെ ബണ്ണ് മേടിക്കാൻ കിട്ടുവേ. അപ്പം ഈ ബണ്ണൊന്ന് വെച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കണം. ഇപ്പം ഞാൻ എപ്പോഴും പറയാറുണ്ട്, നമ്മളിങ്ങനെ ട്രാവൽ ചെയ്യുന്നത് കൊണ്ടാണ് കേട്ടോ നമുക്ക് ഓരോ സ്ഥലത്തെ ഫുഡിനെ കുറിച്ചിട്ടും ഓരോ കൾച്ചറിനെ കുറിച്ചിട്ടൊക്കെ നമുക്ക് അറിയാൻ പറ്റുന്നത്. എപ്പോഴും സഞ്ചാരികൾ പറയാറില്ലേ, ഓരോ സ്ഥലത്ത് ട്രാവൽ ചെയ്യുമ്പോൾ ഓരോ പാഠങ്ങളാണ് പഠിക്കുന്നത്. ആക്ച്വലി അത് കറക്റ്റാണ് കേട്ടോ. നമ്മൾ ഓരോ സ്ഥലത്ത് എത്തുമ്പോഴാണ് അതിനെക്കുറിച്ച് ഓരോ കാര്യങ്ങളും നമ്മൾ പഠിച്ചു വരുന്നത്. അപ്പം ഞാൻ ബണ്ണൊക്കെ ഒന്ന് ചൂടാക്കി 4 സൈഡ് നന്നായിട്ട് ചൂടാക്കണം കേട്ടോ. എനിക്ക് സത്യത്തിന് വിശ്വസിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. ഞാൻ എപ്പോഴും ഇവിടെ പറയാറുണ്ട്, നമ്മൾ കേരളത്തിലൊക്കെ ആയിരുന്നെങ്കിൽ സാമ്പാറും അവയിലൊക്കെ കഴിച്ച് ജീവിക്കേണ്ട നമ്മൾ ഇപ്പം ഇവിടെയൊക്കെ വന്നിട്ട് ഓരോ നോർത്ത് ഇന്ത്യൻ ഫുഡൊക്കെ ട്രൈ ചെയ്യുന്നു. ശരിക്കും പറഞ്ഞാൽ എനിക്ക് എന്നെ തന്നെ വിശ്വസിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് കേട്ടോ. ഞാൻ ഒരിക്കലും എൻ്റെ സ്വപ്നത്തിൽ പോലും കഴിച്ചിട്ടില്ലാത്തൊരു സാധനമാണ് ഈ പാവ് ഭാജി മസാല എന്ന് പറഞ്ഞത്. ഇത് ആക്ച്വലി ഉണ്ടാക്കാൻ എന്നെ പ്രേരിപ്പിച്ചത് എൻ്റെ മൂത്ത മോനാണ് കേട്ടോ. അവൻ സ്കൂളിൽ കഴിച്ചിട്ട് വന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞ, അമ്മ സ്കൂളിൽ കുട്ടികൾ കൊണ്ടുവരുന്നുണ്ട്, നല്ല ടേസ്റ്റ് അമ്മ ഒരു ദിവസം ഉണ്ടാക്കാന്നൊക്കെ പറഞ്ഞു. അപ്പം ഈ നല്ല തണുപ്പ് സമയത്ത് നല്ല ചൂടോടുള്ള പാവ് ഭാജി മസാല, ആഹാ എന്താ ഒരു ടേസ്റ്റ് കേട്ടോ. അപ്പം ആക്ച്വലി ഞാൻ കറിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോ ഞാൻ എടുത്തിട്ടില്ല കേട്ടോ. അത് ആക്ച്വലി എനിക്കൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നില്ല, കാരണം ഞാൻ ആദ്യമായിട്ടാണല്ലോ ഇങ്ങനെ പറഞ്ഞു കേട്ടുള്ള അറിവ് മാത്രമേ ഉള്ളൂ. ഞാൻ കഴിച്ചുകൂടി നോക്കിയിട്ടില്ല. അപ്പം ഞാൻ വിചാരിച്ചു ശരി ഒന്ന് ഉണ്ടാക്കി നോക്കാമെന്ന് വിചാരിച്ചതാണ് കേട്ടോ. അപ്പം അത് ഉണ്ടാക്കി വെച്ചപ്പോൾ എല്ലാവർക്കും നന്നായി ഇഷ്ടപ്പെട്ടു എൻ്റെ കറി. അതിന് ശേഷമാണ് കേട്ടോ ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടി തുടങ്ങിയത്. നല്ല ചൂടുള്ള പാവ് ഭാജി മസാലയും അതിൻ്റെ മുകളിൽ കുറച്ച് ബട്ടറും നല്ല ചൂട് ബണ്ണും ഒക്കെ ആയിട്ടൊന്ന് കഴിച്ചു നോക്കൂ കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്, ഒരിക്കലെങ്കിലും ഉണ്ടാക്കി നോക്കണം കേട്ടോ. എങ്ങനെയാണെന്നറിയാമോ കഴിക്കണ്ടേ? ഇങ്ങനെ ബണ്ണെടുക്കണം, ഈ ബട്ടറും കറിയും കൂടെ കൂട്ടിയിട്ട് കൊള്ളാട്ടോ. അങ്ങനെ ബണ്ണെടുക്കുക, കറി, കുറച്ച് ബട്ടർ, പിന്നെ കുറച്ച് ഉള്ളി എല്ലാം അങ്ങനെ എടുത്തിട്ട് അങ്ങനെ ഇന്ന് ഞാൻ റൊട്ടി ഉണ്ടാക്കാതെ എസ്കേപ്പ് ആയിട്ട് പാവ് ഭാജി മസാല ഉണ്ടാക്കി. അപ്പം ഇതൊരു മറാഠി റെസിപ്പിയാണ് കേട്ടോ. അപ്പം നന്ദുമോൻ ആദ്യമായിട്ടാണ് കഴിച്ചു നോക്കുന്നത്, പക്ഷെ അവന് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പം മൂത്ത മോനും കഴിച്ചു, അവനും ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു. അപ്പം ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇനി ഇതാരെങ്കിലും കഴിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ ഉണ്ടാക്കിയിട്ടുണ്ടോ എന്നൊക്കെ ഉള്ളത് എനിക്ക് കമൻറ്റിൽ പറയാം കേട്ടോ. അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ എൻ്റെ കുഞ്ഞൊരു വീഡിയോ. അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.